Unfortunately, Hamas has repeatedly rejected reasonable offers to make peace. We can't forget October 7th. Please, order in the hall. Please, order in the hall. Please, order in the hall. ഗാസയിലെ വംശീയ കലാപത്തിന് ഉത്തരവാദി, അവിടെ പിടഞ്ഞു മരിച്ച 20,000-ഓളം കുഞ്ഞുങ്ങളുടെ ഘാതകൻ, ഇനിയും അടങ്ങാത്ത യുദ്ധക്കൊതിയിൽ ലോകത്തെ തന്നെ വെല്ലുവിളിച്ച് ആക്രമണം തുടരുന്ന നെതന്യാഹുവിനെ ബഹിഷ്കരിച്ച് UN പ്രതിനിധികൾ. സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് നിശബ്ദമായ ഈ ഇറങ്ങിപ്പോക്കും ആശ്വാസവും പ്രതീക്ഷയുമാണ് നൽകിയത്. അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇസ്രയേൽ കൂടുതൽ ഒറ്റപ്പെടുമ്പോൾ നെതന്യാഹുവിന് മുന്നറിയിപ്പുമായി ട്രംപും രംഗത്തു വന്നു. വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ നെതന്യാഹുവിനെ അനുവദിക്കില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി. ഗാസയിൽ വെടിനിർത്തൽ ഉടൻ സാധ്യമാകുമെന്നും ബന്ദികളുടെ മോചനം ഉറപ്പാക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനുള്ള നീക്കവുമായി ഇസ്രയേൽ മുന്നോട്ട് പോയാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പ്രധാന അറബ് മുസ്ലിം രാജ്യങ്ങളിലെ നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഈ വിഷയമാണ് സ്പെഷ്യൽ ഡിബേറ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നെതന്യാഹുവിനെ ട്രംപും കൈവിട്ടു. ഗാസയിൽ വെടിനിർത്തൽ ഉടൻ സാധ്യമാകുമോ? എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ AM ഷിനാസ്, വിദേശകാര്യ വിദഗ്ധൻ, അധ്യാപകൻ, ശ്രീ ജോസഫ് ആന്റണി, വിദേശകാര്യ വിദഗ്ധൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ AM ഷിനാസ്, നോക്കൂ, നിശബ്ദമായി UN-ലെ ആ പ്രതിനിധികൾ ഇറങ്ങിപ്പോയപ്പോൾ അത് ലോകത്തിന് പകർന്നത് വലിയ ആശ്വാസവും പ്രതീക്ഷയുമാണ്. എന്ത് സന്ദേശമാണ് അത് നൽകുന്നത്? അത് ഒരു സമാധാനത്തിന്റെ പ്രതീകമായി ആ നിശബ്ദ പ്രതിഷേധത്തെ നമുക്ക് കാണാമോ? അതെ, ആ നിശബ്ദ പ്രതിഷേധവും ഈയിടെ വരെ ഇസ്രായേലിന്റെ സഖ്യകക്ഷി രാജ്യങ്ങളായ ഫ്രാൻസ്, കാനഡ, ബ്രിട്ടൻ ഒക്കെ പലസ്തീൻ എന്ന പരമാധികാര രാഷ്ട്രത്തെ അംഗീകരിച്ചതും ഒക്കെ പ്രതീകാത്മകമായി ഇസ്രായേലിനുള്ള വലിയ തിരിച്ചടി തന്നെയാണ്. അത് സമാധാനത്തിലേക്ക് ഉള്ള ഒരു പാത തുറക്കുമെന്നാണല്ലോ സ്റ്റാർമർ പറഞ്ഞത്. അപ്പോൾ ഈ ട്രാൻസ് അറ്റ്ലാന്റിക് അലയൻസ്, ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ പതിറ്റാണ്ടുകളായി ട്രാൻസ് അറ്റ്ലാന്റിക് സഖ്യത്തിൽ നിലനിന്നു പോന്ന ഒരു സമവായത്തിലാണ് വിള്ളൽ വീണിരിക്കുന്നത്. അത് ഈ UN പൊതുസഭയുടെ സമ്മേളനത്തിലും വളരെ പ്രകടമായി നമ്മൾ കണ്ടു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ യൂറോപ്യൻ രാജ്യങ്ങൾ, UK, അതുപോലെ തന്നെ ഫ്രാൻസ്, ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോൾ പലസ്തീൻ എന്ന പരമാധികാര രാഷ്ട്രത്തിനെ പിന്തുണച്ച് രംഗത്ത് വന്നു. ഐക്യരാഷ്ട്രസഭയിൽ 81% രാഷ്ട്രങ്ങളായി 157 രാഷ്ട്രങ്ങൾ പലസ്തീൻ എന്ന സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തെ പിന്തുണക്കുന്ന സംഖ്യയായി. എങ്കിൽ പോലും വെസ്റ്റ് ബാങ്ക് ഇസ്രായേൽ പിടിച്ചെടുക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ ട്രംപ് പറയുന്നുണ്ടെങ്കിൽ പോലും 1967 മുതലെങ്കിലും ഇസ്രായേലിനെ സർവാത്മന പിന്തുണച്ചു പോരുന്ന രാഷ്ട്രം അമേരിക്കയാണ്. 1948 ഇസ്രായേൽ ഉണ്ടായി. 1960 വരെ അമേരിക്കയുടെ സാമ്പത്തിക സൈനിക സഹായം അത്രമേൽ ഉണ്ടായിരുന്നില്ല. അക്കാലത്ത് ഇസ്രായേൽ പ്രധാനമായും ആശ്രയിച്ചിരുന്നത് ഫ്രാൻസിനെയായിരുന്നു. ഇസ്രായേലിന്റെ ആണവ പദ്ധതി, അണുബോംബ് നിർമ്മാണത്തിൽ പോലും ഫ്രാൻസ് ആണ് ഗണ്യമായ സഹായം നൽകിയിരുന്നത്. 1967 യുദ്ധത്തോടെയാണ് അമേരിക്ക ഇസ്രായേലിനെ വലിയ തോതിൽ സൈനികമായും സാമ്പത്തികമായും സഹായിക്കാൻ തുടങ്ങിയത്. ഓരോ 10 വർഷം കൂടുമ്പോഴും പുതുക്കപ്പെടുന്ന ഒരു സാമ്പത്തിക സൈനിക സഹായ പദ്ധതിയുണ്ട്. 2007, 2006, 2017 കാലത്ത് അത് $30 ബില്യൺ ആയിരുന്നു ഇസ്രായേലിന് അമേരിക്ക നൽകിയിരുന്നത്. ഈ $30 ബില്യൺ ഒരു 80%-ലധികവും സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ പടക്കോപ്പുകൾ വാങ്ങാൻ തന്നെയാണ് വിനിയോഗിക്കുന്നത്. ബാക്കി വരുന്നത് ഈ മിസൈൽ ഡിഫൻസ് പോലുള്ള കാര്യങ്ങൾക്കും. പിന്നീട് 2006 10 വർഷത്തേക്ക് പുതുക്കിയ അമേരിക്ക ഇസ്രായേലും തമ്മിലുള്ള മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ $38 ബില്യൺ അത് വർദ്ധിച്ചു. ഈ വർഷം തന്നെ $3.8 ബില്യൺ
കൊടുത്തിരിക്കുന്നത്. ഇപ്പോ ഗാസയിൽ ഈ ഹമാസിന്റെ ആക്രമണവും ഈ ഗാസയിലെ ഈ യുദ്ധവും തുടങ്ങിയതോടെ സപ്ലിമെന്ററി എയ്ഡും അമേരിക്ക കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഏതാണ്ട് 2008 വരെ ഉണ്ടാവും. അപ്പോ ഈ ഫ്രാൻസ് ആകട്ടെ, അതുപോലെ ബ്രിട്ടൻ ആവട്ടെ, ഓസ്ട്രേലിയ ആവട്ടെ, പോർച്ചുഗൽ ആവട്ടെ, കാനഡ ആവട്ടെ, അവരൊക്കെ പലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിച്ചു. മറ്റെല്ലാ രാജ്യങ്ങളും അതിനു മുമ്പേ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ കാണുന്ന ഒരു യാഥാർത്ഥ്യം, ഈ അംഗീകാരം വാക്കിൽ മാത്രമാണ്. നടപടിയിൽ ഈ പലസ്തീൻ എന്ന പരമാധികാര രാഷ്ട്രം സാക്ഷാത്കരിക്കപ്പെടുന്നതിന് വേണ്ടി ഇസ്രായേലിന് മേൽ മറ്റെന്ത് സമ്മർദ്ദങ്ങളാണ് നാം കാണുന്നില്ലാത്തത്. അതായത് ഇസ്രായേലുമായിട്ടുള്ള സൈനിക അല്ലെങ്കിൽ പ്രതിരോധ കരാറുകൾ അല്ലെങ്കിൽ പ്രതിരോധ സഹകരണം നിർത്തിയ രാജ്യങ്ങളുണ്ട്. നയതന്ത്ര വിലക്കുകൾ, പല മട്ടിലുള്ള നയതന്ത്ര നടപടികൾ എടുത്ത രാജ്യങ്ങളുണ്ട്. ആംസ് സെയിൽസ്, അതായത് ആയുധ വിൽപ്പന, അതുപോലെ തന്നെ സാങ്ഷൻസ്, നമ്മുടെ ഇപ്പൊ യുക്രൈനെതിരെ ഇപ്പൊ ചട്ടാനുസൃത ലോകക്രമത്തിന്റെ വലിയ ഉദ്ഘോഷകരാണല്ലോ ഈ വെസ്റ്റേൺ പവേഴ്സ്. ഈ ചട്ടാനുസൃത റൂൾസ് ബേസ്ഡ് വേൾഡ് ഓർഡർ, ഹ്യൂമാനിറ്റേറിയൻ ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞാണ് യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ പേരിൽ റഷ്യക്കെതിരെ ഇതുവരെ പ്രയോഗിക്കാത്ത യാതൊരു ഉപരോധവുമില്ല. അപ്പോ അതേസമയം ഇസ്രായേലിനെതിരെ ഈ രീതിയിൽ വാക്കാലുള്ള എതിർപ്പും നടപടിക്രമങ്ങളിൽ ഇപ്പോ ആയുധ വിൽപ്പന, ആയുധ ഇടപാടുകൾ, പ്രതിരോധ സഹകരണം, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഉപരോധങ്ങൾ, നയതന്ത്ര വിലക്കുകൾ, അതൊക്കെ ഈ പറഞ്ഞ രാജ്യങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. അറബ് രാജ്യങ്ങൾ പോലും ഏർപ്പെടുത്തിയിട്ടില്ല. 2020 എബ്രഹാം ഉടമ്പടി പ്രകാരം UAE, ബഹ്റിൻ, സുഡാൻ, മൊറോക്കോ ഈ രാജ്യങ്ങളൊക്കെ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം നോർമലൈസ് ചെയ്തു. ഖത്തർ ആക്രമിക്കപ്പെട്ടു സെപ്റ്റംബർ 9. എന്നിട്ട് പോലും വാക്കിൽ രൂക്ഷമായ ഒരു വിമർശനം ഉണ്ടായതല്ലാതെ ഇസ്രായേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധം ഈ 2020 പുനഃസ്ഥാപിച്ച രാജ്യങ്ങളൊന്നും വിച്ഛേദിച്ചിട്ടില്ല. മറ്റു രീതിയിലുള്ള ബന്ധങ്ങളും തുടരുന്നു. അപ്പോ ഇസ്രായേൽ ഈ പാതയിലേക്ക് വരാൻ ആദ്യം അമേരിക്ക വിചാരിക്കണം. 2, യൂറോപ്പിലെ ഈ രാഷ്ട്രങ്ങൾ കൂടുതൽ നടപടികളിലേക്ക് കടക്കണം, മറ്റ് രാജ്യങ്ങളിലും. അല്ലാതെ ഇസ്രായേൽ വഴങ്ങില്ല. അതുകൊണ്ടാണ് നെതന്യാഹു ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞത് തങ്ങൾ സൂപ്പർ സ്പാർട്ട ആണ്. ഏൻഷ്യന്റ് ഗ്രീസിലെ ഏറ്റവും ശക്തമായിട്ടുള്ള സ്റ്റേറ്റ് ആയിരുന്നു സ്പാർട്ട. അപ്പൊ സൂപ്പർ സ്പാർട്ടയാണ് മധ്യേഷ്യയിൽ. തങ്ങളാണ് ഏറ്റവും വലിയ സൈനിക ശക്തി. അത് അമേരിക്കയും ആഗ്രഹിക്കുന്നത് മധ്യേഷ്യയിൽ ഇസ്രായേലിനെ കവിഞ്ഞുള്ള ഒരു സൈനിക ശക്തിയുള്ള രാഷ്ട്രം ഉണ്ടാവരുതെന്നാണ്. ആ ഒരു അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇസ്രായേൽ ഞാനൊന്ന് ഇടപെടുകയാണ്. അരമണിക്കൂർ ചർച്ചയാണല്ലോ നമ്മളുടേത്. ഞാൻ ജോസഫ് ആന്റണിയിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. ശ്രീ ജോസഫ് ആന്റണി, നോക്കൂ, ഇവിടെ AM ഷിനാസ് പറഞ്ഞു നിർത്തുന്നത് നെതന്യാഹു പിന്മാറണമെങ്കിൽ, ഇസ്രായേൽ പിന്മാറണമെങ്കിൽ ആദ്യം അമേരിക്ക തീരുമാനമെടുക്കണം എന്നതാണ്. അവിടെയാണ് പ്രതീക്ഷ ജനിപ്പിക്കുന്ന ചില പരാമർശങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് വെസ്റ്റ് ബാങ്ക് പിടിക്കാൻ അനുവദിക്കില്ല എന്നതാണ്. ഒപ്പം യുദ്ധം വൈകാതെ അവസാനിക്കും എന്ന സൂചനകൾ അദ്ദേഹം നൽകുന്നു. ബന്ദികളുടെ മോചനം ഉടൻ ഉണ്ടാകും എന്ന് പറയുന്നു. അപ്പോൾ ബന്ദികളുടെ മോചനം സാധ്യമാക്കിക്കൊണ്ടാണെങ്കിലും അവിടെ ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതിന്റെ സൂചനയായി ട്രംപിന്റെ വാക്കുകളെ കാണണമോ? ഷിനാസ് വളരെ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ ഈ യുദ്ധം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന അവസരത്തിൽ വേണമെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് അവസാനിപ്പിക്കാം. നിങ്ങൾ നിർത്തൂ യുദ്ധം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് സ്വിച്ചിട്ട കണക്ക് ഈ ഇസ്രായേലിലെ യുദ്ധം നിർത്തേണ്ടി വരും. എന്തുകൊണ്ട് നിർത്തേണ്ടി വരും? ഇസ്രായേൽ നടത്തുന്ന യുദ്ധം ആർക്ക് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ്? ആര് സഹായിക്കുന്ന യുദ്ധമാണ്? ഈ അമേരിക്ക രാഷ്ട്രീയമായും സാമ്പത്തികമായും സൈനികമായും സഹായിക്കുന്നത് കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന യുദ്ധമാണ് ഇസ്രായേല് പലസ്തീനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ എല്ലാ തരത്തിലുള്ള പിന്തുണ, ഇപ്പൊ വെസ്റ്റ് ബാങ്ക് പ്രദേശത്ത് നിന്നും ഈ ഇസ്രായേലിനെ പിന്മാറ്റം അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്ക് പ്രദേശത്ത് കൂടുതൽ കയ്യേറ്റം നടത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്ന
പിന്നെ ട്രംപ് തന്നെയാണ് ഈ വെസ്റ്റ് ബാങ്കിന്റെ പിന്നെ ഭാഗം എന്ന് പറയുന്നത് ഇസ്രായേലിന്റേതാണെന്ന് നേരത്തെ സമ്മതിച്ചിട്ടുള്ളതാണ് എന്ന് മാത്രമാണോ? ഈ പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം രൂപീകൃതമാകുമ്പോൾ അതിന്റെ തലസ്ഥാനമാകേണ്ട ഈ ജെറുസലേം എന്ന് പറയുന്ന ആകെയുള്ള സ്ഥലത്തിന്റെ ഭാഗമാണെന്ന് അംഗീകരിക്കുകയും ഈ ഒരു രാജ്യം പോലും ചെയ്യാത്ത ടെലവീവിൽ നിന്ന് ഇസ്രായേലിലേക്ക് തലസ്ഥാനം മാറ്റുകയും അമേരിക്കയുടെ എംബസി മാറ്റുകയും ചെയ്ത ആളാണ് ട്രംപ്. എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും പിന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് പിന്തുണ നൽകുന്ന പിന്നെന്താണ് ഈ ഇപ്പോൾ നടക്കുന്ന വംശഹത്യയിൽ കൂട്ടുപ്രതിയാണ് വാസ്തവത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഈ സമാധാനത്തിന് ഇപ്പം മുതിരുന്നത് ഇവിടെ നേരത്തെ ശ്രീനാഥ് സൂചിപ്പിച്ച പോലെ അന്തർദേശീയ സമൂഹം, അമേരിക്കയിലുള്ള സമൂഹം, അമേരിക്കൻ ജനസമൂഹം, അതുപോലെ തന്നെ അന്തർദേശീയ സമൂഹവും ഈ ഇസ്രായേല് പലസ്തീൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഷിനാസ് കൃത്യമായി സൂചിപ്പിച്ച പോലെ റൂൾസ് ബേസ്ഡ് ഓർഡർ എന്ന് പറയുന്നത് ഇത് നിയമാനുസൃതമായ ചട്ടപ്രകാരമുള്ള ലോകക്രമം ഉണ്ടാവണം. ചട്ടപ്രകാരമുള്ള ലോകക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? ചട്ടപ്രകാരമുള്ള ലോകക്രമം എന്ന് പറഞ്ഞാൽ സമൂഹം അന്തർദേശീയ നയങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ അംഗീകരിക്കുക, ജനാധിപത്യ നിയമങ്ങൾ അംഗീകരിക്കുക, മനുഷ്യാവകാശം അംഗീകരിക്കുക. ഇസ്രായേലിന്റെ നടപടി ഇത് ഏതെങ്കിലും നമുക്ക് കാണാൻ കഴിയുമോ? ഒരു തരത്തിലുള്ള അന്തർദേശീയ നിയമം അവർ പാലിക്കുന്നില്ല. എല്ലാ അന്തർദേശീയ നിയമങ്ങളെയും കാറ്റിപ്പറത്തുന്നു. അങ്ങനെ കാറ്റിപ്പറത്തിക്കൊണ്ട് അവരിങ്ങനെ നിരന്തരമായി വംശഘടന നടത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഇപ്പൊ അമേരിക്കയുടെയും ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ഒരു സൗഹൃദ രാജ്യമാണ് ജോർജിയ മെലോനി നയിക്കുന്ന ഇറ്റലി. ഇറ്റലിയിൽ കഴിഞ്ഞ ദിവസം എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലും ജനങ്ങൾ ഈ ഇസ്രായേലുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം അവസാനിപ്പിക്കണമെന്നുകൊണ്ട് വൻപിച്ച പ്രതിഷേധ പ്രകടനങ്ങളാണ്. അതുപോലെ തന്നെയാണ് എന്തുകൊണ്ടാണ് ഫ്രാൻസും കാനഡയും ഓസ്ട്രേലിയയും പോർച്ചുഗലും എല്ലാം ഇപ്പോൾ ഈ പലസ്തീൻ രാജ്യത്തെ അംഗീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നത്? ആ രാജ്യത്തെ ജനങ്ങൾ ഈ ഭരണകൂടത്തോട് ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ലോകത്തൊട്ടാകെ നടന്ന് ജനാധിപത്യവും മനുഷ്യാവകാശം പറയുകയും ഇങ്ങനെ 10,000-70,000 ആളുകളെ ദിവസം പ്രതി കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് കാണുന്നില്ല എന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് അങ്ങനെ അതിന്റെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഈ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ ഞങ്ങൾ അംഗീകരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായത് വാസ്തവത്തിൽ അമേരിക്കയും ഇസ്രായേലും അന്തർദേശീയ തലത്തിൽ വളരെ ഭീകരമായി ഒറ്റപ്പെട്ട കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ ഒറ്റപ്പെട്ടതിന് പുറമെ നമ്മൾ കണ്ടല്ലോ ഇതിന്റെ വേറൊരു ഇമ്പാക്റ്റ് ആയിട്ടാണല്ലോ ഖത്തറിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. ഖത്തറിൽ ആക്രമണം നടത്തിയപ്പോൾ എന്താ ചെയ്തത്? അറബി ഇസ്ലാമിക രാജ്യങ്ങൾ എല്ലാവരും കൂടി ഖത്തറിൽ ഒത്തുകൂടിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അമേരിക്കൻ സുരക്ഷാ കുടയിൽ വിശ്വാസമില്ല, ഞങ്ങളുടെ സുരക്ഷ ഞങ്ങൾ നോക്കേണ്ടി വരും, അതിനുള്ള പുതിയ കളക്റ്റീവ് സെക്യൂരിറ്റി മെക്കാനിസം ഞങ്ങൾ ചെയ്യേണ്ടി വരും എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിച്ചതിന്റെ തൊട്ടു പിന്നാലെ സംഭവിച്ചത് എന്താണ്? സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലൊരു കരാറിൽ വരെ ഒപ്പിട്ടു. എന്താണ് പാകിസ്ഥാൻ സൗദി അറേബ്യ കരാർ? വലിയ സംഭവമൊന്നുമല്ല. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ആകെയുള്ള ഇസ്ലാമിക രാജ്യത്തിലെ ഒരേ ഒരു ആണവ രാജ്യമാണ്. അപ്പൊ ആണവ രാജ്യവുമായിട്ടുള്ള സഹകരണം സൗദി അറേബ്യ ഒപ്പിടുക എന്നൊക്കെ പറഞ്ഞാൽ അമേരിക്കയുടെ മേധാവിത്വത്തിൽ അല്ലെങ്കിൽ അമേരിക്കൻ സുരക്ഷയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പോലും, അതായത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിൽ എതിർപ്പുള്ളതായി മനസ്സിലാകുന്നു. അറബി ഇസ്ലാമിക രാജ്യങ്ങൾക്ക് അമേരിക്കയിൽ വിശ്വാസമില്ലാതെ വരുന്നു. അപ്പൊ അങ്ങനെ ലോകത്തൊട്ടാകെയുള്ള രാജ്യങ്ങൾക്ക് ഈ അമേരിക്കയുടെ മേധാവിത്വം അംഗീകരിക്കാനും അറബ് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഇവരുടെ സുരക്ഷ കുടക്കീഴിൽ നിൽക്കാൻ താല്പര്യമില്ലാതെ വന്നിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ നോക്കൂ, യൂണിയൻ ജനറൽ അസംബ്ലിയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരു പ്രധാനമന്ത്രി സംസാരിക്കാൻ വരുമ്പോൾ കൂക്കി വിളിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കുക, മാസ് ബോയ്ക്കോട്ട് നടക്കുക, ഇതിനേക്കാൾ അപമാനകരമായിട്ടൊരു നേതാവ്. അപ്പോ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട, ഇസ്രായേലിൽ പോലും ഈ വംശഹത്യ നെതന്യാഹു നടത്തുന്ന വംശഹത്യക്കെതിരായി ഇസ്രായേലിൽ പോലും വമ്പിച്ച പ്രതിഷേധങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ബന്ദികളാക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് റാലി നടത്തിക്കൊണ്ട് നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കൂ, ബന്ദികളെ മോചിപ്പിക്കുന്നത്. അപ്പൊ ഇത്തരം സമ്മർദ്ദങ്ങളെല്ലാം നിലനിൽക്കുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഈ അതായത് ട്രംപിന്റെ ആഗോള മേധാവിത്വത്തിന് വെല്ലുവിളി ഉയരുന്നു എന്ന് മനസ്സിലാക്കി. അല്ലാതെ ഈ സമാധാനത്തോടുള്ള താല്പര്യവും അദ്ദേഹത്തിന് നോബൽ സമ്മാനം വാങ്ങിക്കാനുള്ള താല്പര്യം കൊണ്ടായിരിക്കാം, സമാധാനത്തോടുള്ള താല്പര്യം കൊണ്ടല്ല, മറിച്ച് ഇസ്രായേലും അമേരിക്കയും ആഗോളതലത്തിൽ ഒറ്റപ്പെടുന്നു എന്ന അവസ്ഥ ഉണ്ടാവുകയും അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള തന്ത്രമായിട്ടാണ് ഞാൻ. തീർച്ചയായും ഇന്നലെ ടൈം സ്ക്വയറിൽ പ്രതിഷേധമുണ്ടായിരുന്നു. മാത്രവുമല്ല, അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് ഭയന്ന് യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ആകാശം ഒഴിവാക്കി 600 കിലോമീറ്റർ അധികം ചുറ്റി സഞ്ചരിച്ചാണ് ഇന്നലെ നെതന്യാഹു UN-ലേക്ക് എത്തിയത് എന്നൊരു സാഹചര്യം കൂടി ഓർക്കണം. അപ്പോൾ മറ്റ് രാഷ്ട്ര തലവന്മാരെ ഭയക്കുന്നുണ്ട്, തന്നെ അറസ്റ്റ് ചെയ്യുമോ എന്ന് പേടിക്കുന്നുണ്ട് ലോകത്തെ മുൾമുനയിൽ നിർത്തുമ്പോഴും നെതന്യാഹു എന്ന് മനസ്സിലാക്കണം. ഷിനാസ്, നോക്കൂ, ഇവിടെ അറബ് രാഷ്ട്രങ്ങളുടെ ഇടപെടൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടുവല്ലോ. അറബ് രാഷ്ട്രങ്ങളുമായുള്ള സംസാരത്തിന് ശേഷമാണ്
ഈ വെസ്റ്റ് ബാങ്കിലേക്ക് ഇസ്രയേൽ നീങ്ങിയാൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ അവർ ധരിപ്പിച്ചതിന് ശേഷമാണ് ട്രംപിന് മനംമാറ്റം ഉണ്ടായത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ UN സമ്മേളനത്തിനെത്തിയ നെതന്യാഹു അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ UAE വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഖത്തറിൽ ആക്രമണം ഒരു അറബ് രാഷ്ട്ര പ്രതിനിധിയോട് നെതന്യാഹുവിന്റെ ആശയവിനിമയം ഉണ്ടായതും ഇന്നലെയാണ്. അപ്പോൾ ഇത് ഒരു സൂചകമായി കാണണമോ? അറബ് രാഷ്ട്രങ്ങൾ അവർക്കുണ്ടായിട്ടുള്ള മുറിവ് മറന്നിട്ടില്ല, ശക്തമായ മറുപടിക്കപ്പുറം ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോഴും ഗസയിൽ വെടിനിർത്തലിനുള്ള ഇടപെടലുകൾ ഈ അറബ് രാഷ്ട്രങ്ങൾ നടത്തുന്നു. അതിൽ ട്രംപുമായും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നെതന്യാഹുവുമായും നേരിട്ടുള്ള ആശയവിനിമയങ്ങൾ നടക്കുന്നു എന്നത് ഒരു പ്രതീക്ഷ നൽകുന്നതാണ്. അതെ, നേരത്തെ കൃത്യമായി ശ്രീ ജോസഫ് ആന്റണി ചൂണ്ടിക്കാണിച്ചതുപോലെ അറബ് രാജ്യങ്ങളിലും യൂറോപ്പിലും ഈവൻ അമേരിക്കയിൽ പോലും ഇപ്പോൾ സെപ്റ്റംബർ 18 ദ ഇക്കണോമിസ്റ്റ് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ പറയുന്നത്, ഇക്കണോമിസ്റ്റും മറ്റൊരു സന്നദ്ധ സംഘടനയും കൂടി നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിൽ അമേരിക്കയുടെ അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയോടുള്ള ആ പ്രതികരണം ആരാഞ്ഞിട്ടുള്ള അഭിപ്രായ വോട്ടെടുപ്പിൽ ഇസ്രായേലിനുള്ള പിന്തുണ ഗണ്യമായി ഡെമോക്രാറ്റ് വോട്ടർമാരിൽ കുറഞ്ഞു വരികയാണ്, റിപ്പബ്ലിക്കൻ വോട്ടർമാരിലും കുറഞ്ഞു വരികയാണ്. അപ്പൊ അമേരിക്കക്കകത്ത് തന്നെ റിപ്പബ്ലിക്കൻ ആവട്ടെ അല്ലെങ്കിൽ ഡെമോക്രാറ്റ് ആവട്ടെ പിന്തുണ കുറഞ്ഞു വരുന്നു. നേരത്തെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ജോ ബൈഡനെ വിശേഷിപ്പിച്ചിരുന്നത് ജനസൈഡ് ജോ എന്നായിരുന്നു. കാരണം നേരത്തെ ശ്രീ ജോസഫ് ആന്റണി ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ട്രംപ് അധികാരത്തിൽ വന്നപ്പോഴാണ് 2016-20 കാലഘട്ടത്തിലാണ് ജെറൂസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമായി അംഗീകരിച്ചത്. ടെൽ-അവീവിൽ നിന്ന് അമേരിക്കൻ എംബസി അങ്ങോട്ടേക്ക് മാറ്റിയത്. 67-ൽ ഇസ്രായേൽ 6 ദിന യുദ്ധത്തിൽ പിടിച്ചെടുത്ത ഗോലൻ ഹൈറ്റ്സ്, ഗോലാൻ കുന്നുകളെ ഇസ്രായേലിന്റെ അവിച്ഛിന്ന ഭാഗമായി അംഗീകരിച്ചത്. ഈ നടപടികളൊന്നും ജോ ബൈഡൻ പ്രസിഡന്റ് ആയ ശേഷവും റദ്ദാക്കിയിരുന്നില്ല. അത് ആ മട്ടിൽ തന്നെ തുടർന്നു പോവുകയായിരുന്നു. അപ്പോൾ ആഗോള തലത്തിലുള്ള ഇറ്റലിയിലെ പൊതു പണിമുടക്കിനെ പറ്റി പറഞ്ഞു. അവിടെ തുറമുഖങ്ങളിൽ ഇസ്രായേലിന് ആയുധം കയറ്റി പോകുന്ന കപ്പലുകൾ തടയുന്ന ആ മാനത്തിലേക്ക് അവിടുത്തെ പണിമുടക്ക് മാറി. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിൽ പോലും അറബ് പബ്ലിക് ഒപ്പീനിയൻ, അറബ് രാഷ്ട്ര തലവന്മാർക്ക് പോലും അവര് പോലും ഈ 2023 ഒക്ടോബർ 7 വരെ ഒരുതരം നിസ്സംഗ ഭാവത്തിലായിരുന്നു പലസ്തീനെ സംബന്ധിച്ചിടത്തോളം. കാരണം അതുവരെ ഇസ്രായേൽ വിചാരിച്ചിരുന്നത്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഭൗമശാസ്ത്രപരമായി നമ്മൾ പറയുമ്പോൾ, 2023 ഒക്ടോബർ 7 വരെ ഇസ്രായേൽ വിചാരിച്ചിരുന്നത് തങ്ങൾക്ക് ഒക്യുപ്പേഷൻ വിതൗട്ട് കോൺസിക്വൻസ്, തങ്ങളുടെ ഒക്യുപ്പേഷൻ, വെസ്റ്റ് ബാങ്ക് തന്നെ പല മേഖലയും കയ്യേറി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ തന്നെ, ഒക്യുപ്പേഷൻ വിതൗട്ട് കോൺസിക്വൻസസ്, അതായത് അധിനിവേശം, പ്രത്യാഘാതങ്ങളില്ലാതെ അധിനിവേശം തുടരാം എന്നായിരുന്നു. പലസ്തീൻ പ്രശ്നം 2023 ഒക്ടോബർ 7 വരെ ലോക്കലൈസ് ചെയ്യപ്പെട്ടിരുന്നു. അതിൽ ലോകരാഷ്ട്രങ്ങൾക്കും അറബ് രാഷ്ട്രങ്ങൾക്കും വരെ പങ്കുണ്ട്. ഈ ഹമാസിന്റെ ഈ ആക്രമണത്തോടെ ലോക്കലൈസ് ചെയ്യപ്പെട്ട ഒക്യുപ്പേഷൻ വിതൗട്ട് കോൺസിക്വൻസ് എന്ന അവസ്ഥയിൽ നിന്ന് അത് മാറുകയും ആ പലസ്തീൻ ഇസ്രായേൽ പ്രശ്നം റീജണലൈസ് ചെയ്യപ്പെടുകയും അത് പശ്ചിമേഷ്യയുടെ കേന്ദ്ര ബിന്ദുവായി മാറുകയും ഇപ്പോൾ ലോകത്തിന്റെ തന്നെ മർമ്മത്തിലേക്ക് വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഭൗമരാഷ്ട്രീയപരമായി 2023 ഒക്ടോബർ 7-നും അതിനുശേഷവും നടന്ന സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത് ഏതാനും വ്യാഴവട്ടങ്ങളായി ലോക്കലൈസ്ഡ് ആയിട്ട് മാറ്റിയ ഈ പലസ്തീൻ എന്ന മർമ്മപ്രധാനമായ പ്രശ്നം, അതിനെ ഈ ഹമാസ് ആക്രമണത്തോടെ മാത്രമല്ല, പിന്നെ ഇസ്രായേൽ ആക്രമിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇറാൻ, ഖത്തർ, ലെബനൻ, സിറിയ, യമൻ, അത് സ്പിൽ ഓവർ ചെയ്തു ആ പശ്ചിമേഷ്യ മുഴുവൻ. അപ്പോൾ ഈ പലസ്തീൻ പ്രശ്നം പശ്ചിമേഷ്യയുടെ കേന്ദ്ര പ്രശ്നമാകുകയും ലോകത്തിന്റെ തന്നെ ഒരു ചോദ്യചിഹ്നമായി അത് ഉയരുകയും ചെയ്തു എന്നതാണ് കാര്യം. എത്ര കാലം അമേരിക്കക്ക് ഇസ്രായേലിനെ ഈ മട്ടിൽ പിന്തുണച്ചു പോകാനാകും എന്ന് കണ്ടറിയാൻ.
തീർച്ചയായും എന്തായാലും അവിടെ നിന്ന് ഒരു പിൻവാങ്ങൽ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതിന്റെ സൂചനകളാണ് കഴിഞ്ഞ ദിവസം ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പ്രസ്താവനകൾ. ഞാൻ തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. പിന്നെ ചർച്ചയിലേക്ക്. ശ്രീ ജോസഫ് ആന്റണി, ഉടൻ യുദ്ധം അവസാനിപ്പിക്കും എന്ന സൂചന ട്രംപ് നൽകുമ്പോൾ പോലും ഏറ്റെടുത്ത പണി പൂർത്തിയാക്കും എന്നതാണ് നെതന്യാഹു നൽകുന്ന ഉറപ്പ്. ഒരിഞ്ച് പോലും വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന കാര്യവും സൂചിപ്പിക്കുന്നു. മുഴുവൻ ബന്ധികളെയും മോചിപ്പിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ ട്രംപ് എന്ത് പറഞ്ഞാലും ഉടൻ ഒരു സമാധാനം അവിടെ ഉണ്ടാകില്ല എന്നതിൻ്റെ സൂചനകളാണോ? ഇപ്പോഴും അവിടെ ആക്രമണങ്ങൾ തുടരുന്നു എന്ന വിവരങ്ങൾ വന്നും കൊണ്ടും ഇരിക്കുന്നു. ഈ നെതന്യാഹു തന്നെ പറഞ്ഞു, എന്റെ ഈ യുദ്ധത്തിലുള്ള 2 ലക്ഷ്യങ്ങൾ, ഒന്ന് ഈ ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുക, ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കുക. ഈ 2 വർഷം യുദ്ധം തുടങ്ങി 2 വർഷം പൂർത്തിയാകുന്ന സന്ദർഭത്തിൽ പോലും ഈ 2 ലക്ഷ്യങ്ങളും പൂർണ്ണമായും നടപ്പിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ബന്ദികളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ, ഇസ്രായേലി ജനങ്ങൾ പാതയിലാണ്. എന്ന് മാത്രമല്ല, ഈ അടുത്ത ദിവസങ്ങളിൽ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞെന്താ, എന്റെ ആത്മീയ ദൗത്യമാണ് ഈ എറച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന, അതായത് ഗ്രേറ്റർ ഇസ്രായേൽ, വിശാല ഇസ്രായേൽ എന്ന് പറയുന്ന ബിബ്ലിക്കൽ കോൺസെപ്റ്റ് സ്ഥാപിക്കുക എന്നത്. വാസ്തവത്തിൽ ഈ നമ്മൾ കാണേണ്ട കാര്യം, ഈ ആധുനിക സമൂഹത്തിൽ എങ്ങനെയാണ് ഇസ്രായേൽ അവിടെ സ്ഥാപിക്കപ്പെട്ടത്? ഇസ്രായേൽ സ്ഥാപിക്കപ്പെട്ടത് അന്തർദേശീയ സമൂഹത്തിന്റെ പിന്തുണയോടുകൂടി ഇസ്രായേൽ സ്ഥാപിക്കപ്പെടുന്നത് എങ്ങനെയാണ്? 1917 ബാൽഫർ ഡിക്ലറേഷനിലൂടെയാണ്. ബാൽഫർ ഡിക്ലറേഷൻ ബ്രിട്ടൻ പുറപ്പെടുവിച്ച, അവിടുത്തെ വിദേശകാര്യമന്ത്രി പുറപ്പെടുവിച്ച ഡിക്ലറേഷനാണ്. വെറും 2 പാരഗ്രാഫുകളുള്ള ഡിക്ലറേഷനാണ്. ആ ഡിക്ലറേഷന്റെ 2ാമത്തെ പാരഗ്രാഫിൽ വളരെ കൃത്യമായി അവർ പറയുന്നത് എന്താ പറയുന്നത്? ഇസ്രായേൽ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. അതായത് ഈ പലസ്തീൻ എന്ന് പറയുന്ന സ്ഥലത്ത് യഹൂദർക്ക് ഒരു രാഷ്ട്രം സ്ഥാപിക്കാനുള്ള അനുവാദം നൽകുന്നു എന്നാണ്. അതായത് പാലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം, ചരിത്ര രേഖയാണ്, പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഈ യഹൂദർക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം സ്ഥാപിക്കാനുള്ള അനുവാദം നൽകുന്നു. അങ്ങനെ സ്ഥാപിക്കുമ്പോൾ പലസ്തീൻ വംശജർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കണം എന്ന് ബാൽഫർ ഡിക്ലറേഷൻ, വളരെ ചെറിയ ഒരു രേഖ, ഒരു അര പേജ് മാത്രമുള്ള ആ രേഖ ഈ ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ആളുകളും വായിച്ചിട്ട് കണ്ടത്. ഒന്നാമത്തത്. 2ാമത്തത്, 1947 ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിച്ച റെസൊല്യൂഷന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടത്. ആ ഇസ്രായേൽ വളരെ വലിയ ഈ ഡോക്യുമെന്റ് ആണ് ആ റെസൊല്യൂഷൻ. ആ ഡോക്യുമെന്റിൽ നിരന്തരം ആവർത്തിക്കുന്നത് പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം സ്ഥാപിക്കാനായിട്ട് അനുവാദം നൽകുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് 50% ഇസ്രായേലുകൾക്കും 40% പലസ്തീനുകൾക്കും എന്ന് പറഞ്ഞുള്ള പ്രഖ്യാപനം വന്നത്. ഈ ഐക്യരാഷ്ട്ര സംഘടനയുടെ രേഖയിലും വളരെ കൃത്യമായി പലസ്തീൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളുടെ രാഷ്ട്രം സ്ഥാപിക്കാൻ അനുവാദം നൽകുന്നു പറയുന്നു. 1948 മെയ് മാസം 14 ഡേവിഡ് ബെൻഗൂറിയൻ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ 1ാമത്തെ പ്രധാനമന്ത്രി ഈ പ്രഖ്യാപനം നടത്തി. ശ്രദ്ധിക്കണം, അദ്ദേഹം പറഞ്ഞ പ്രഖ്യാപനമുണ്ട്. ആദ്യമൊക്കെ കുറച്ച് വാചകങ്ങൾ പറഞ്ഞ ശേഷം അദ്ദേഹം പറയുന്നു, വി ഹിയർ ബൈ ഡിക്ലെയർ ജൂയിഷ് സ്റ്റേറ്റ് ഇൻ പാലസ്തീൻ. ഈ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് ഇസ്രായേൽ എന്നുള്ള പേരിൽ ഞങ്ങളൊരു യഹൂദ രാഷ്ട്രം സ്ഥാപിക്കുന്നു എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഇത് പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യമാണ്. പാലസ്തീൻ എന്ന് പറയുന്ന ചരിത്രപരമായ രാജ്യത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ആളുകൾക്ക് പുറത്തുനിന്ന് വന്ന് ഒരു രാഷ്ട്രം സ്ഥാപിക്കാൻ അനുവാദം കൊടുക്കുന്ന, അപ്പൊ അങ്ങനെയുള്ള ഒരു വസ്തുത നിലനിൽക്കെ ഇവിടെ ഇതെല്ലാം മായ്ച്ചു കളഞ്ഞുകൊണ്ട് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ചരിത്ര നിഷേധപരമായ, വസ്തുതാപരമല്ലാത്ത ഒരു ജനതയെ ആ രാജ്യത്ത് നിന്ന് ആട്ടിപ്പായിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. നമുക്കറിയാം 1948 തന്നെ 7.5 ലക്ഷം പലസ്തീനികൾ ഈ ഇസ്രായേലിലെ യഹൂദന്മാരുടെ ആക്രമണത്തിൽ അവിടെ വിട്ടുപോയി. ഇന്ന് അതിനെ തിരിച്ച് പുനഃസ്ഥാപിച്ചുകൊണ്ട് ആ രാഷ്ട്രം സ്ഥാപിച്ചാൽ മാത്രമേ ഈ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ശരി, എന്തായാലും മഹ്മൂദ് അബ്ബാസ് കഴിഞ്ഞ ദിവസം പൊതുസഭയെ ഓൺലൈനിൽ അഭിസംബോധന ചെയ്ത് പറഞ്ഞത് ഗസയിൽ നിന്ന് പലസ്തീനികൾ ഒരിക്കലും ഒഴിഞ്ഞു പോകില്ല എന്നുകൂടിയാണ്. നമുക്ക് കാത്തിരിക്കാം സമാധാനം പുലരുമോ എന്നത്. ട്രംപിൻ്റെ വാക്കാണ് അവസാന വാക്ക്. പക്ഷേ മാറ്റിയും മറിച്ചും ഒക്കെ പറയാൻ യാതൊരു മടിയുമില്ലാത്ത വ്യക്തിയാണ് ട്രംപ് UN-ൽ സംസാരിച്ചപ്പോഴും എന്താണ് പറഞ്ഞത് എന്നത് ലോകം കേട്ടതാണ്. ഇസ്രയേലിനെ എങ്ങനെ പിന്താങ്ങി എന്നത് കേട്ടതാണ്. എങ്കിൽ പോലും ഇപ്പോൾ വെടിനിർത്തൽ ഉണ്ടാകും എന്ന സൂചനകളെ പ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് നോക്കിക്കാണാം. 2 അതിഥികൾക്കും നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. സ്പെഷ്യൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.